ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഇതേപോലുള്ള ഡൂഡിൽ സ്റ്റിക്കേഴ്സ് ആട്ടോ. ഞാൻ ജേർണലിംഗ് തുടങ്ങുന്ന സമയം മുതലേ ആലോചിക്കുന്നുണ്ട് നല്ല ഡൂഡിൽ സ്റ്റിക്കേഴ്സ് മേടിക്കണം എന്ന്. പക്ഷേ നല്ല എക്സ്പെൻസീവ് ആണ്, അതേപോലെ ഈ അടുത്തൊന്നും കിട്ടാനില്ല. അപ്പോൾ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വളരെ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ, അധികം പരിപാടിയൊന്നുമില്ല. അതിന് മുന്നേ ഞാൻ ജേർണൽ ചെയ്തിട്ടുള്ള എൻ്റെ ഡൂഡിൽ ആർട്സ് കാട്ടിത്തരാം. എന്നെപ്പോലെ മലയും പുഴയും ബൾബൊക്കെ മാത്രം വരക്കാൻ അറിയുന്ന ഒരാൾക്ക് ഡൂഡിൽ തന്നെ ഓവർ ക്രിയേറ്റിവിറ്റി ആണ്. പക്ഷേ എൻ്റെ ജേർണലിങ്ങിൽ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു സംഭവമായിട്ട് ഡൂഡിൽ ചെയ്യാന്നുള്ളത്. ഇതിൻ്റെ കളേഴ്സും ഇതിൻ്റെ പാറ്റേണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. എന്ത് ഭംഗിയാന്ന് നോക്കി കഴിഞ്ഞാൽ എഡ്ജാണല്ല ഡൂഡിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. കുറച്ച് വാട്ടർ കളേഴ്സോ ഏത് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള അത് എടുക്കുക. സ്കെച്ചോ മാർക്കറോ എന്ത് വേണമെങ്കിലും എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മാർക്കേഴ്സും എക്സൽ ഷീറ്റ്സും മാത്രമാണ്. ആദ്യം നമുക്ക് എക്സൽ ഷീറ്റ്സ് ഒന്ന് ഇതേപോലെ മടക്കി എടുക്കണം. ഒരു സ്കെയിലിൻ്റെ സൈസിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഊഹം അനുസരിച്ചിട്ട് നമുക്ക് വേണ്ട സൈസിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നോർമൽ സ്റ്റിക്കറിൻ്റെ സൈസിൽ തന്നെയാണ് ചെയ്യണത്. എനിക്കത് കുറച്ചും കൂടി വെട്ടിയെടുക്കാനും ഒട്ടിക്കാനൊക്കെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എക്സൽ ഷീറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചാർട്ടോ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ എക്സൽ ഷീറ്റ്സ് ആണ് കുറച്ചും കൂടി നല്ലത്. കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേപ്പറിൻ്റെ കട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ജേർണലിംഗ് ചെയ്യണ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഡൂഡിൽ ആർട്സ് ആണ്. കാരണം എനിക്കതാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റണത്. പിന്നെ ജേർണലിംഗ് ചെയ്യുമ്പോൾ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു എഫേർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതിനകത്തേക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഡൂഡിൽ ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. ഇനി നമ്മൾ കട്ട് ചെയ്ത ഷീറ്റിലേക്ക് നമുക്ക് ഡൂഡിൽ ചെയ്ത് തുടങ്ങാം. ഈ ഡൂഡ്ലിംഗ് എന്ന് പറയുന്നുണ്ടല്ലോ വളരെ സിമ്പിൾ ആൻഡ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ആട്ടോ. അതിൽ പ്രത്യേകിച്ച് തോട്ട്സോ പ്ലാനിങ്ങോ ഒന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ മീറ്റിങ്ങിന് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി റിയൽ ലൈഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ ഡേ ഡ്രീം ചെയ്തുകൊണ്ട് കുത്തി വരയ്ക്കാറില്ലേ, അതിനെയാണ് ഈ ഡൂഡ്ലിംഗ് എന്ന് പറയുക. അത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഷേപ്പോ ഒരു ഫേസോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആനിമലിൻ്റെ എന്തെങ്കിലുമോ ലീഫോ ബൾബോ. ഞാൻ ബൾബാണ് കൂടുതൽ വരക്കാറുള്ളത്. അതെന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് അതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് വരയ്ക്കാൻ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡൂഡിൽ ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടി, പക്ഷേ എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പെയിന്റ് ചെയ്താണ് എടുക്കേണ്ടത്. അപ്പോൾ വാട്ടർ കളറോ ഫാബ്രിക് പെയിന്റോ എന്തെങ്കിലും എടുക്കുക. നമ്മൾ വരച്ച ഡൂഡിലിൻ്റെ മീതെ കൂടെ വരയ്ക്കുക. വളരെ ഡാർക്ക് കളേഴ്സ് എടുക്കരുത്, എപ്പോഴും പേസ്റ്റൽ ഷീറ്റ്സ് എടുക്കുക. പേസ്റ്റൽ ഷീറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് കളറാണോ നമ്മൾ എടുക്കണേ അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പേസ്റ്റൽ ഷീറ്റ്സ് കിട്ടും. നമ്മൾ എടുത്ത കളറിൻ്റെ ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് പച്ച കളറായിരുന്നു. കാണുമ്പോൾ ഒരു മഞ്ഞ പോലെയാണ് തോന്നുന്നത്, ശരിക്കും ഇതൊരു പച്ച കളറാണ്. പിന്നെ റോസ് കളർ, പിന്നെ ഗ്രീനിൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഡാർക്ക് ഗ്രീൻ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ. പിന്നെ റോസ് കളറിലെ പേസ്റ്റൽ ബ്ലൂ, നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് നമുക്ക് വൈറ്റ് മിക്സ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൂഡിൽ കാണില്ല. അതിന് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആദ്യം കളർ അടിക്കുക, അതിന് ശേഷം ഡൂഡിൽ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വിസിബിൾ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് നമ്മൾ പേപ്പേഴ്സ് കളർ ചെയ്ത് എടുക്കേണ്ടത്. ഓരോ സ്റ്റിക്കേഴ്സിനും ഓരോ കളറായിട്ട് ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ വരച്ചാലും മതി. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഡൂഡിൽ സ്റ്റിക്കേഴ്സ് റെഡിയായി. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു സിസേഴ്സ് വെച്ചിട്ട് ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോഴേക്കും ഒരു സാധനം മറന്നുപോയി. ഇതേപോലത്തെ നമുക്ക് ഫെവി സ്റ്റിക്ക് വേണം. ഈ ഫെവി സ്റ്റിക്കോ ഫെവിക്കോളോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഫെവി സ്റ്റിക്ക് എടുക്കണം, എനിക്കിതാ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പശ തേച്ചതിന് ശേഷം നമ്മുടെ ജേർണലിലേക്ക് ഒട്ടിക്കാം. ഞാനിവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ കാട്ടിത്തരാം, ഇങ്ങനെയാണ് ഒട്ടിക്കേണ്ടത്. ഒന്നെങ്കിൽ ഇതിങ്ങനെ ഫുൾ സ്റ്റിക്കേഴ്സായിട്ട് ഒട്ടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് റാൻഡമായിട്ട് ഇതേപോലെ തന്നെ ഒരു സിക്സാക് പാറ്റേണിലൊക്കെ കട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഇതെന്തൊരു വൃത്തികെട്ട കൈകൾ, എന്തൊരു വൃത്തികെട്ട നഖം എന്ന് ആലോചിക്കരുത്. ആക്ച്വലി ഇത് പെയിൻ്റ് ആയതാണ്, അല്ലാതെ ഇതിനുള്ളിൽ അഴുക്കിരിക്കുന്നതല്ല. അങ്ങനെ നമ്മളുടെ ഡൂഡിൽ സ്റ്റിക്കേഴ്സിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെച്ച് ചെയ്തിട്ടുള്ള ചെറിയൊരു ആർട്ടാട്ടോ ഇത്. ഇതിനതാ ഞാൻ പറഞ്ഞത്, മുകളിൽ കണ്ടില്ലേ ബൾബ് വരച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്തിട്ടുള്ള ഒരു വിൻറ്റേജ് ജേർണൽ കാണിച്ചു തരാം. ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐറ്റംസൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ ചെയ്തത്. വിൻറ്റേജ് ജേർണലാകുമ്പോൾ എന്തായാലും ഡ്രൈ ഫ്ലവേഴ്സ് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഡ്രൈ ഫ്ലവേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഡൂഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പാക്കിംഗ് കവർ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. പാക്കിംഗ് കവർ മിന്ത്രയുടെ എന്തോ ഒരു ഈ ഒരു കവർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.